ഈ ചർച്ചയിൽ ആദ്യം ഈ സംഭവങ്ങളിലേക്കൊക്കെ നയിച്ച ആദ്യമായി പുറത്ത് പ്രതികരിക്കാൻ തയ്യാറായ നടി റിനി ആൻഡ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. മറ്റതിഥികളും നമുക്കൊപ്പം ചേരും. ആദ്യം റിനി, സ്വാഗതം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത് പരാതി. ആ മൂന്നാമത്തെ പരാതിയിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തുന്നു. നീതി കിട്ടുമോ അതിജീവിതമാർക്ക്? തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ ആദ്യമേ തന്നെ അതിജീവിതകൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് പോരാടുന്നത്. ഇപ്പോൾ മൂന്നാമത് ഒരു അതിജീവിത കൂടി എത്തിയിരിക്കുകയാണ്. അതിലൊരു അഭിനന്ദനം ആ കുട്ടിക്ക് അറിയിക്കുകയാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾക്കും ഈ സൈബർ അറ്റാക്ക് തുടങ്ങിയ പ്രശ്നങ്ങൾക്കിടയിലും സധൈര്യം മുന്നോട്ട് വന്നതിലാണ് അഭിനന്ദനം അറിയിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു ആദ്യത്തെ നീതി എന്ന രീതിയിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അത്തരത്തിൽ ഒരു നീതി നേടിയെടുക്കാൻ ഈ മൂന്ന് അതിജീവിതകൾക്കും സാധ്യമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സാധിക്കട്ടെ. അതിനൊപ്പം കേരളത്തിൻ്റെ മനസാക്ഷി കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റിനി, ആദ്യ പരാതിക്കാരിയുടെ ഒരു കണ്ണ് നനയിക്കുന്ന പോസ്റ്റാണ് നമുക്ക് മുന്നിലുള്ളത്. എന്താണ് ആ പോസ്റ്റ് വായിച്ചപ്പോൾ റിനിക്ക് തോന്നിയത്? അവർ അതിജീവന പാതയിലാണ് എന്ന് എനിക്ക് തോന്നി, മനസ്സിലായി. ആ ആദ്യ പരാതിക്കാരി കൊടുത്തിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും കണ്ണ് നനയിക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് പലരും പറയുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധമുണ്ടായി, അതിനുശേഷം പുരുഷനെ മാത്രം കുറ്റപ്പെടുത്തി പരാതി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ആ പോസ്റ്റ് വായിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും കൃത്യമായിട്ട് മനസ്സിലാവും എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ പരാതി കൊടുക്കുമ്പോൾ ഒരു മനസ്സ് എന്നുള്ളത്. അതായത് താൻ തന്നെ കൊണ്ട് ആഗ്രഹിപ്പിച്ച് ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി മാനസികവും ശാരീരികവുമായി പ്രിപ്പയർഡായ ആ വ്യക്തിക്ക് പിന്നീട് ആ കുഞ്ഞിനെ നിർബന്ധപൂർവം നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അത് ഒരു അമ്മ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അമ്മ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അത്യധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെ യാതൊരു മറയും കൂടാതെ പബ്ലിക്കായി അതേക്കുറിച്ച് സംസാരിക്കാൻ ആ പരാതിക്കാരി തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം മനം നൊന്തിട്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയൊരു സങ്കടം. ശരിക്കും പറഞ്ഞാൽ അത് ആദ്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ കരയായിരുന്നു. കാരണം എന്താണ് ഒരു അമ്മ എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇത്. ആക്ച്വലി ഒരു പീഡന പരാതി എന്നതിനേക്കാൾ ഉപരിയായി ഒരു സ്വന്തം കുഞ്ഞിന് വേണ്ടി, ജനിക്കാതെ പോയ കുഞ്ഞിന് വേണ്ടി പോരാടുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിലാണ് ഈ കേസിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും മനസ്സ് കണ്ണ് നിറയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇതൊരു കേസല്ല, രണ്ടാമതും ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ ഗർഭഛിദ്രം നേരിട്ടു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് ഇങ്ങനെ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊല്ലുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെയൊക്കെ വളരെയധികം മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എത്രമാത്രം ആ പെൺകുട്ടികൾ ഹൃദയം വേദനിച്ചിട്ടുണ്ടാവും. ഈ ഒരു സോഷ്യൽ ജഡ്ജ്മെൻറ്റും സൈബർ അറ്റാക്കിനും ഒക്കെ നേരിട്ടുകൊണ്ട് അവർ അവരുടെ കുഞ്ഞുങ്ങൾക്കായി പോരാടുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി കേരള മനസാക്ഷി ഒപ്പം നിൽക്കണം. മുമ്പ് അനുപമ എന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിൽ അമ്മ എന്ന രീതിയിൽ പരാതി കൊടുത്തപ്പോൾ അതിന് ജനങ്ങൾ നൽകിയൊരു പിന്തുണ വളരെ വലിയൊരു പിന്തുണയാണ്. കാരണം എത്രയായാലും ഒരു അമ്മയാണ്, എങ്ങനെ അവിഹിതത്തിൽ ഉണ്ടായാലും ആണെങ്കിലും അല്ലെങ്കിലും ഒരു അമ്മയാണ് എന്ന രീതിയിലാണ് ആ അമ്മയും കുഞ്ഞും തമ്മിൽ യോജിക്കുന്നതിനായി കേരളം മനസാക്ഷി നിന്നത്. അതേ മനസ്സോടുകൂടി തന്നെ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി കേരളം നിൽക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. റിനിയാണ് ആദ്യം തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നത്. അതാണ് രണ്ട് സ്ത്രീകൾക്ക് തുറന്നു പറയാനുള്ള വഴിതെളിച്ചത്. ഇപ്പോൾ മൂന്നാമതൊരു സ്ത്രീ കൂടി എത്തുന്നു. റിനിക്കുള്ള പങ്ക് ഞാൻ ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എതിരെ നടന്ന ഒരു ക്രൂരതയല്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയൊരു അബദ്ധമോ ഒരു തെറ്റോ അല്ല. അത് ആദ്യമേ തന്നെ ഞാൻ പല ഇന്റർവ്യൂവിലും പല സമയത്തും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിഷയമല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ 3 പെൺകുട്ടികൾ, 3 അതിജീവിതകൾ ധൈര്യത്തോടെ വന്നിട്ടുണ്ട്. പക്ഷെ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയും പല പെൺകുട്ടികളും ഗർഭഛിദ്രത്തിന്
തന്നെ വിധേയമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ്. ഒരുപാട് പെൺകുട്ടികളുള്ള ഒരു വിഷയവും കൂടിയാണ്. പക്ഷെ പലപ്പോഴും പെൺകുട്ടികൾ തുറന്നു പറയാനോ പുറത്തേക്ക് വരാനോ ഭയപ്പെടുന്നു. സോഷ്യൽ ജഡ്ജ്മെന്റിന്റെ ഭയമാകാം, അല്ലെങ്കിൽ വീട്ടുകാർ എന്ത് വിചാരിക്കുമെന്നുള്ള ഭയമാകാം. പക്ഷെ തീർച്ചയായിട്ടും ഇനിയും അതിജീവിതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അവർ ധൈര്യത്തോടെ മുന്നോട്ട് വരും, അല്ലെങ്കിൽ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ വിഷയങ്ങളെല്ലാം അത് പുറത്ത് കൊണ്ടുവരേണ്ടതാണ്, പുറത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിജീവിതകൾ മുന്നോട്ട് വരട്ടെ, കം ഫോർവേഡ് എന്നാണ് എനിക്ക് അതിജീവിതകളോട് പറയാനുള്ളത്. എല്ലാവരും കൂടി ഓരോരുത്തർക്കുമുള്ള ജസ്റ്റിസ് കണ്ടെത്തണം, അതിലെല്ലാവരും പങ്കുവഹിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരി തുടരുക റിനി. ഞാൻ റിനിയിലേക്ക് അടുത്ത ഘട്ടത്തിൽ തിരിച്ചെത്താം. നമുക്കൊപ്പം മറ്റതിഥികൾ കൂടി ചേരുകയാണ്. ഡി സുരേഷ് കുമാർ CPM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ സേനാപതി വേണു കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, നിസാം സെയ്ദ് മാധ്യമപ്രവർത്തകൻ, ശ്രീ മനു പ്രസാദ് BJP പ്രതിനിധി എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ശ്രീ സേനാപതി വേണു, എങ്ങനെ കാണുന്നു ഈ പരാതിയെ? വെൽ ഡ്രാഫ്റ്റഡ് ആണോ? ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത്? ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോ ഈ ആള് ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, MLA ആയി. ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു. ആദ്യഘട്ടത്തിലൊക്കെ അതിൻ്റെ ഒരു നിജസ്ഥിതിയെക്കുറിച്ച് ബോധ്യമില്ലായിരുന്നു. ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി. ഇനി രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധമില്ല. ഇപ്പോൾ നൗ ഇറ്റ് ഈസ് എ ക്രിമിനൽ കേസ്. ഈസ് അറസ്റ്റഡ്, ഈസ് അണ്ടർ ജുഡീഷ്യൽ കസ്റ്റഡി. ഇനി ലെറ്റ് ദ പോലീസ് ടു ഇൻട്രോഗേറ്റ് ഹിം. ഇനി അവർ കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഇതിനകത്ത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ മുമ്പ് അതിജീവിത സൂചിപ്പിച്ചതുപോലെ ഇയാൾ തെറ്റുകാരനായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ തെറ്റ് അതിനുള്ള ശിക്ഷ. ഇനിയും ഒരു സംശയമുണ്ടോ സേനാപതി താങ്കൾക്ക്? സംശയമുണ്ടോ? തെറ്റുകാരനാണെങ്കിൽ പാർട്ടി നടപടിയെടുത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ വാക്കുകളിൽ ജാഗ്രത കാട്ടുന്നു. തെറ്റുകാരനാണെങ്കിൽ എന്ന്. അപ്പൊ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു, താങ്കൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, നോക്കൂ രേണു, ഞാൻ ബൈ ലാസ്റ്റ് 30 years ഐ എം പ്രാക്ടീസിങ് ആസ് എ ക്രിമിനൽ ലോയർ. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിലും കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിലുമാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിയമത്തിന്റെ മുമ്പിൽ എന്താ പറഞ്ഞേ, അത് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇനി പോലീസ് അതിന്റെ തെളിവെടുപ്പ് മറ്റു കാര്യങ്ങളെല്ലാം. താങ്കൾ ഒരു അഭിഭാഷകനാണ്, പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വക്താവായാണ്. ഈ പരാതികൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി നടപടിയെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ല, കുറ്റക്കാരൻ എന്നുള്ളത് ഇപ്പോൾ അല്ലല്ലോ. ഇദ്ദേഹത്തിന്റെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്രിമിനൽ കുറ്റത്തിന് പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എടുക്കാനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ താങ്കൾ ഈ പറയുന്ന പരാതി ലഭിച്ചിട്ട് അതിൽ നടപടി എടുത്തിട്ടാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത് ഇതൊരു വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ് എന്നത്. ആ പറയുന്നവർക്കൊപ്പമാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനൊപ്പം? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.